വ്രതാനുഷ്ഠാനങ്ങൾ അത് ആരുടെയും ആയിക്കൊള്ളട്ടെ, ഹിന്ദുവിൻ്റെ ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനിയുടെ ആയിക്കൊള്ളട്ടെ, ഇസ്ലാമിൻ്റെ ആയിക്കൊള്ളട്ടെ, അത് കോംപ്രമൈസോടുകൂടി ചെയ്യാതിരിക്കൂ. അതതിൻ്റെ ശുദ്ധതയോടുകൂടി പാലിക്കാൻ പഠിക്കൂ. രോഗം പഠിക്കു പുറത്തു നിൽക്കും. എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ ഇവിടെ നിന്ന് പറയുന്നതിനകത്ത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. MSW പാസ്സായ ഒരു പെൺകുട്ടി പ്രകൃതി ജീവനത്തെപ്പറ്റി അറിയാനിടയാകുകയും എന്നോട് അതൊന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞപ്പം ആ കുട്ടിക്ക് ഇച്ചിരി ദൂരെ നിന്ന് വരണം. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ വീട്ടിലിരുത്തി പഠിപ്പിക്കാം. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ ഒരു 3 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് കുട്ടിക്ക് പോവാം, ഒരാഴ്ച കൊണ്ട് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് എനിക്ക് തോന്നുന്നത് അതും ഒരു നോമ്പ് കാലത്തോടടുത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എൻ്റെ തോന്നുന്നത്. അവരുടെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പം ഏതാണ്ട് നോമ്പ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ നോമ്പിനോട് ചേർന്നായിരുന്നു ഈ ക്ലാസ് തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ വരില്ല സാറ്. ഞാൻ ചോദിച്ചാൽ എന്താ, വീട്ടിൽ നിന്ന് വിടുന്നില്ല, ഇത് ഹിന്ദു മതത്തിൻ്റെ എന്തോ പഠിക്കാനാണ് പോകുന്നതെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, തന്നെ വിടുന്നില്ലെന്ന്. ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോയി. നോക്കൂ, ഈ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ജാതിയില്ല മതമില്ലെന്ന് പറയുമ്പോൾ പോലും പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. എന്തിനേറെ പറയുന്നു, ആദിവാസികളിൽ പോലും ഉണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ. നിങ്ങൾക്കറിയാമോ? സ്കൂളോ കോളേജോ ഇല്ലാത്ത, അതായത് വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ പോലും വ്രതാനുഷ്ഠാനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളിൽ ഒരു പ്രക്രിയ ഉണ്ട്. അതാണല്ലോ ജീവികൾ ഒരു എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ഈ അടുത്ത കാലത്തൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ ആനയുടെ ഒക്കെ കാര്യം വന്നപ്പോഴത്തേക്ക് വെള്ളത്തിൽ പോയി ഇറങ്ങി നിൽക്കുന്നതും ഒന്നും കഴിക്കാതിരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാ. ഒരുപാട് കാര്യങ്ങൾ ആ കാര്യത്തിൽ പറയാനുണ്ട്. അപ്പൊ ഈ ഇസ്ലാം മതത്തിന്റെ ആണെങ്കിലും ഹിന്ദു മതത്തിന്റെ ആണെങ്കിലും ക്രിസ്തു മതത്തിന്റെ ആണെങ്കിലും വ്രതാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് അത് പാലിക്കേണ്ടതെന്ന് ശരിയായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുന്നില്ല. അവരതിനകത്ത് വേറെ പലതും ഇപ്പൊ കാണുന്നത്. എന്തൊരു ഉന്നതമാണെന്നറിയാമോ ഇസ്ലാം മതത്തിലെ നോമ്പ്, വ്രതം, റംസാൻ നോമ്പ് എന്ന് പറയുന്നത് എൻ്റെ അറിവില്ല. ഞാൻ 1970 ജോലി കിട്ടിപ്പോയത് മലബാറിലാണ്, മഞ്ചേരിയിലാണ്. അന്നൊന്നും ഇന്നത്തെ പോലെ ഈ നോമ്പ് തുറയൊന്നും കണ്ടിട്ടില്ല. അവിടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കാരക്ക തിന്നാനായിട്ട് തരും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഔഷധ കഞ്ഞിയായിരുന്നു. അപ്പൊ അന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല അവർ വെളുപ്പിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചതായിട്ടൊന്നും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ ഒരു പതിവുണ്ടെങ്കിൽ അവർ അത് അന്ന് പറയുമായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എൻ്റെ അറിവിങ്ങനെയാണ്, വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാ വീട്ടിലും ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചിട്ടാണ് ഉദയത്തോടു കൂടി പിന്നെ നോമ്പനുഷ്ഠിക്കും. തുപ്പല് പോലും ഇറക്കില്ല. നല്ലതാണത്. വളരെ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു വ്രതം. ഇന്നിപ്പം രാവിലെ വയറു നിറ ഒന്നുമല്ലാത്ത സമയത്ത് നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തതാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങൾ, വനത്തിൽ ജീവിക്കുന്ന അവര്, ദേ ആർ ഫോഴ്സ്ഡ് ടു ഹാവ് ദിസ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. എങ്ങനെയാണെന്ന് പറയാം. നേരം വെളുത്ത് വരുമ്പോൾ നമുക്കിവിടെ 6:15 നേരം, അല്ല ഇപ്പൊ 6:45 നേരം വെളുക്കുന്നത്, വെട്ടം വീഴുന്നത് ഭൂമിയിൽ. ഒരു വനത്തിൽ അത് ചിലപ്പോൾ 9 ആവും. കാരണം നമുക്കറിയാമല്ലോ, മിതമായ വനമാണെന്നുണ്ടെങ്കിൽ അവിടെയാണല്ലോ ഇവരൊക്കെ ജീവിക്കുന്നത്. ഈ ആദിവാസികൾ അങ്ങനെ ആയിരുന്നല്ലോ ഒരു കാലത്ത്. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ അവിടെ നമ്മളുടെ ഈ പ്ലെയിൻസിലുള്ള പോലെ പെട്ടെന്ന് വെട്ടം വീഴില്ല. അപ്പം വെട്ടം വീണ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് പുറത്തിറങ്ങിയിട്ട് അവരുടെ ആഹാരം തേടാൻ. അപ്പൊ അവര് ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആയി കഴിയാതെ അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. നേരെ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ബൾബ് ഒക്കെ ഇപ്പോഴല്ലേ അവിടെ ആയിട്ടുള്ളത്. അവരുടെ ഈ ആദിവാസി ഊരുകളിലൊന്നും ഒന്നുമില്ലല്ലോ വെട്ടത്തിന്. മണ്ണെണ്ണ പോലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരണമല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാതെ അപ്പൊ പിന്നെ അവരെവിടെയാണോ അന്തി ഉറങ്ങുന്ന അവിടുത്തെ നേരത്തെ തന്നെ അവരുടെ വൈകിട്ടത്തെ ആഹാരം കഴിച്ചാൽ 2 നേരേ കഴിക്കത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസവും ആദിവാസികളുടെ വർക്ക് ചെയ്ത ഒരു സിസ്റ്റർ പറയുണ്ടായി, 2 നേരമേ അവർ ആഹാരം കഴിച്ചിരുന്നുള്ളൂ, ഉദയത്തിന് ശേഷം അസ്തമയത്തിന് മുമ്പ്. അതുകൊണ്ട് എന്താ, അവർക്ക് എവറി ഡേ 365 ദിവസവും ഇപ്പം ശാസ്ത്രം പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അവർ പാലിക്കുന്നു. വ്രതമാണ് അവർക്ക്. 10-16 മണിക്കൂർ ഒന്നും കഴിക്കാത്ത ഒരവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് രോഗമില്ലാത്തത്. ആദിവാസികൾക്കിടയിൽ രോഗമില്ല കേട്ടോ. അതിനൊക്കെ ഒരുപാട് പഠനങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് പറയാവുന്ന ഒരു വ്യക്തമായിട്ട് അറിയാവുന്ന രാമനാട്ടുകരയിൽ ഉണ്ടായിരുന്ന ഒരു രാധേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു വലിയ ഗാന്ധിയൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1971
വയനാട്ടിൽ നടത്തിയ ഒരു കുട്ടികളുടെ ക്യാമ്പിൽ 50 കുട്ടികളെ ക്യാമ്പിൽ 50 തികഞ്ഞില്ല ആദിവാസി കുട്ടികൾക്ക് വേണ്ടി. 44 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ആദിവാസികൾ. ബാക്കി 6 കുട്ടികളെ പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് എടുത്ത് അവർക്കൊരു മെഡിക്കൽ ഡയറി ഉണ്ടായിരുന്നു. 1 മാസത്തെ ക്യാമ്പാ മെഡിക്കൽ. അപ്പോൾ ക്യാമ്പിന്റെ അവസാനം അതിന്റെ അവലോകനം നടത്തിയപ്പോൾ മെഡിക്കൽ ഡയറി അനുസരിച്ച് ഈ 44 കുട്ടികൾക്കും യാതൊരു രോഗവും ഇല്ലായിരുന്നു. പരിഷ്കൃത സമൂഹത്തിൽ നിന്നുണ്ടായിരുന്ന 6 കുട്ടികൾക്കും പല വൈകല്യങ്ങളും ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഇസ്ലാം സമൂഹത്തിലെ ആ നോയമ്പിന്റെ ശ്രേഷ്ഠതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ വെളുപ്പിനെ എഴുതി കഴിക്കുന്ന പതിവ് അവർ ഇല്ലാതാക്കിയാൽ മതി. അങ്ങനെ ആയിരുന്നു അവരുടെ പാരമ്പര്യം എന്നാണ് എൻ്റെ ചെറിയ അറിവ്. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖണ്ഡിക്കാം. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് വയറു നിറച്ച് കഴിച്ചിട്ടല്ല അവർ പകല് കഴിക്കാതിരുന്നത്, തുപ്പല് ഇറക്കാതിരുന്നത്. എന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഈ ഇറച്ചി മീനൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതൊക്കെ അടുത്ത കാലത്ത് കടന്നുകൂടിയതാണ്. അത് ഇഫ്താർ വിരുന്നൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വൈകൃതമായിട്ട് വേണം അതിനെ കാണുവാൻ. അതതിൻ്റെ ശുദ്ധതയോടുകൂടി പാലിച്ചാൽ ഒരു രോഗി പോലും ഇസ്ലാം സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പക്ഷെ ഒരു 2 വർഷം മുമ്പെങ്ങാണ്ടാണ് ഈ പറയുന്ന റംസാൻ നോയമ്പ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 10-ലേറെ ഈസോഫാഗസ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്തതായിട്ടൊരു പത്രവാർത്ത കണ്ടത് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണത്. ഈ ഇത്രയും ദിവസം ഉമിനീര് പോലും ഇറക്കാതിരുന്നിട്ട് പെട്ടെന്ന് പോയിട്ട് ഈ മസാല അതും ഇതൊക്കെ ചേർത്തിട്ടുള്ള മത്സ്യമാംസാദികൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസോഫാഗസ് ക്യാൻസർ ഉണ്ടാകാതിരിക്കുമോ? ഒരു അപേക്ഷയാണ്. വ്രതാനുഷ്ഠാനങ്ങൾ അത് ആരുടെയും ആയിക്കൊള്ളട്ടെ, ഹിന്ദുവിൻ്റെ ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനിയുടെ ആയിക്കൊള്ളട്ടെ, ഇസ്ലാമിൻ്റെ ആയിക്കൊള്ളട്ടെ, അത് കോംപ്രമൈസോടുകൂടി ചെയ്യാതിരിക്കൂ. അതതിൻ്റെ ശുദ്ധതയോടുകൂടി പാലിക്കാൻ പഠിക്കൂ. രോഗം പടിക്ക് പുറത്തു നിൽക്കും. ഒരു ദിവസം പൂർണ്ണമായും വേവിക്കാത്ത ആഹാരം കഴിച്ചിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ നോയമ്പിൽ നിങ്ങളുടെ രോഗം എന്തായാലും അത് മാറും. രോഗം പടിക്ക് പുറത്തു നിൽക്കും. ക്യാൻസർ പോലും ഭേദമാകുന്നുണ്ട് പഴങ്ങൾ മാത്രം കഴിക്കുമ്പോൾ. എത്രയോ കേസുകൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യത്തിൽ. ക്യാൻസർ പോലും പൂർണ്ണമായും ഫലബുക്കായി ജീവിക്കുമ്പോൾ പൂർണ്ണമായി സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ നോമ്പ് വ്രതാനുഷ്ഠാനങ്ങൾ, അത് ആരുടെയും ആയിക്കൊള്ളട്ടെ, ഏത് സമുദായത്തിന്റെ ആയിക്കൊള്ളട്ടെ, ഏത് സമൂഹത്തിന്റെ ആയിക്കൊള്ളട്ടെ, ഏത് മതത്തിന്റെ ആയിക്കൊള്ളട്ടെ, അത് കോംപ്രമൈസ് ഇല്ലാതെ അനുഷ്ഠിക്കുന്നവർക്ക് അതിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഔന്നത്യങ്ങൾ കൈവരിക്കാൻ പറ്റും എന്ന് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്.